നമസ്കാരം. ഏറെ വിവാദമായ ഒരു പൊതുസംഭവം, അതിനെ തുടർന്ന് സന്ദീപ് വാര്യർ പങ്കുവച്ച ചിത്രം അത് തെളിവായി പരിഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ചിത്രം പുറത്തുവിട്ട നടപടി പരാതിക്കാരിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന ശക്തമായ ചോദ്യമുയർന്നതിനെ തുടർന്ന് പരാതിക്കാരിയുടെ വ്യക്തിവിവരങ്ങൾ വെളിപ്പെടുത്തി എന്ന കുറ്റത്തിന് സന്ദീപ് വാര്യർക്കും രാഹുൽ ഈശ്വറിനുമെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഈ നിയമ നടപടികൾക്കിടയിലും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള വിമർശകർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിനെതിരെ സംയുക്തമല്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം പരാതിക്കാരിയുടെ മൊഴികളിൽ വസ്തുതാപരമായിട്ടുള്ള പിഴവുകൾ ഉണ്ട് എന്നത് തന്നെയാണ്. തൻ്റെ വാദങ്ങൾ സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം പരാതിക്കാരിയുടെ മുൻ വിവാഹ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടു. ഈ വിവാഹം 4 ദിവസത്തെ ബന്ധം മാത്രമായിരുന്നുവെന്നും 1 മാസത്തിനുള്ളിൽ വിവാഹബന്ധം വേർപെടുത്തിയെന്നും പരാതിക്കാരി നൽകിയ വിവരങ്ങൾ പൂർണ്ണമായും അസത്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ പ്രസ്താവനകളുടെയൊക്കെ തന്നെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെന്നും ഇത് നിലവിലത്തെ വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമാണ് എന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. കൂടാതെ തൻ്റെ ആരോപണങ്ങൾക്ക് തെളിവായി അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. പരാതിക്കാരിയുടെ ഭർത്താവുമായി താൻ നേരിട്ട് സംസാരിച്ചെന്നും അദ്ദേഹത്തിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് തൻ്റെ കൈവശമുണ്ടെന്നും രാഹുൽ ഈശ്വർ വെളിപ്പെടുത്തുകയുണ്ടായി. ഈ സംഭാഷണത്തിൽ 4 ദിവസത്തെ വിവാഹബന്ധം 1 മാസത്തിനുള്ളിൽ വേർപെടുത്തി എന്ന പരാതിക്കാരിയുടെ വാദം ഭർത്താവ് നിഷേധിച്ചതായിട്ടും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. വിവാഹബന്ധം വേർപെടുത്തി എന്ന് പരാതിക്കാരി പറയുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ഇത് വിവാഹബന്ധം ഒഴിഞ്ഞു പോവുക എന്ന നിലയിൽ ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ലെന്ന് വാദിക്കുകയും ചെയ്യുന്നു. നിയമപരമായിട്ട് ഇവർ ഇതുവരെ വിവാഹമോചനം നേടിയിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഇവിടെ ഉന്നയിക്കുന്നത്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെ അടിസ്ഥാനമാക്കി വിവാഹബന്ധം വേർപെടുത്തി എന്ന വാദത്തെ സാധൂകരിക്കാൻ ആവശ്യമായ നിയമപരമായിട്ടുള്ള വിവാഹമോചന രേഖകൾ, അതായത് ഡിവോഴ്സ് പേപ്പറുകളൊക്കെ തന്നെ കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഈ രേഖകൾ ഹാജരാക്കാത്തത് പരാതിക്കാരിയുടെ വാദങ്ങൾ തെറ്റാണ് എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ പരാതിക്കാരി വിവാഹിതയാണ് എന്ന വിവരം താൻ പുറത്തുവിട്ടതോടെ ആ ക്യാമ്പയിൻ്റെ മുനയൊടിഞ്ഞുവെന്നും അതിനെ മറികടക്കാനും തൻ്റെ നിലവിലെ ദാമ്പത്യ ബന്ധത്തിൽ സംശയം ഉയരുന്നതിനെ പ്രതിരോധിക്കാനുമുള്ള ഒരു വളഞ്ഞ വഴിയാണ് ഈ വ്യാജമായ അതിജീവന വാദം എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. വിവാദത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വിവാഹ ചിത്രങ്ങളും രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നുണ്ട്. സന്ദീപ് വാര്യരെ പോലെയുള്ള പ്രമുഖർ ഈ വിഷയത്തിൽ സത്യസന്ധമായിട്ട് പ്രതികരിക്കണം എന്നും 4 ദിവസത്തെ വിവാഹബന്ധം എന്ന വാദം തെറ്റാണെന്ന് തുറന്നു പറയണമെന്നും അദ്ദേഹം താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു. നിയമപരമായിട്ടുള്ള വശങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നതിൻ്റെ ഭാഗമായി താൻ ആദ്യം പങ്കുവച്ച വിവാഹ ചിത്രം പിന്നീട് ബ്ലർ ചെയ്യുകയും നിലവിൽ പരാതിക്കാരിയുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും വെളിപ്പെടാതിരിക്കാനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഫോട്ടോയാണ് പാറ്റേൺ പോലും മാറ്റി ഉപയോഗിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. അവസാനമായി തൻ്റെ കൈവശമുള്ള ഈ ഭർത്താവിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ കാര്യം അത് അനുമതിയില്ലാതെ പുറത്തുവിടില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പിക്കുന്നു. നിയമത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒക്കെ തന്നെ മാർഗത്തിൽ മാത്രമേ താൻ പോരാടുകയുള്ളൂവെന്നും പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചെയ്തതുപോലെ അനുമതിയില്ലാത്ത വാട്സപ്പ് ചാറ്റുകൾ പോലുള്ള തെളിവുകൾ ഉപയോഗിച്ച് താൻ ഒരാളെ ചതിക്കില്ലെന്നും അദ്ദേഹം പറയുകയാണ്. 4 ദിവസത്തെ വിവാഹബന്ധം 1 മാസത്തിനകം വേർപെടുത്തിയെന്ന വാദങ്ങൾ തെറ്റാണെന്നും അവർ ഇപ്പോൾ നിയമപരമായിട്ട് വിവാഹമോചിതരല്ലെന്നും അതിന് ഭർത്താവ് സാക്ഷിയാണെന്നും അദ്ദേഹം തൻ്റെ നിലപാട് സംഗ്രഹിച്ച് ഇവിടെ വ്യക്തമാക്കുകയാണ്.